കേറിടാ നിങ്ങള് അവിടെ നിക്കി അവിടെ മെല്ലെ സ്ലോ ആക്കി അതോട് സ്ലോ ആക്കി എടുക്ക്. മെല്ലെ പോ. ആ നായന ഇജ്ജ് വണ്ടി ഓട്ടിക്ക മുത്ത ഇജ്ജ് വണ്ടി ഓട്ട് ഇറങ്ങി വിടും. ആസലേട്ടറാ പന്നി ഹായ് ഞാൻ അതോ ഗമ്മുണ്ടോ പറയൂ മക്കളെ. എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ആറിനയിലാണ് ഉള്ളത്. അടി അടി ഓർഡർ റെസ്റ്റോറൻസിലാണുള്ളത്. ഇനി പറഞ്ഞ വെള്ളം ധരിക്കണ്ടേ വാചകം പരിചയക്കാരൻ നമ്മളിപ്പോ പുറത്താക്കൂട്ടാ മോനെ ഉണ്ണി പറ വെള്ളം കുടിക്കട്ടെ. ഓഹോ ആക്ടർ കണ്ണീര് വെള്ളം കുടിക്കുന്നവർ എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഓ ഉണ്ണി എവിടെ? ഇത്ര ആർട്ടിഫിഷ്യൽ ഒരാളെ കണ്ടിട്ടില്ല. ഇത് ഏത് വണ്ടിയുടെ കൊറേ ചരിത്രങ്ങളുണ്ട്. അതായത് 50,000 റുപ്യക്ക് വാങ്ങിയ വണ്ടി. 80,000 സ്കൂട്ടർ അന്നടാ അന്നത്തെ കാലം. കഷ്ടപ്പെട്ട് വാങ്ങി കൊടുത്ത വണ്ടി. ചുമ്മാ പറഞ്ഞ് വണ്ടി ഒന്നുമില്ല. രാവിലെ അതില്ല, രാവിലെ ഇയാളെ വാപ്പ ചായച്ചടി കൂടി രണ്ടാൾക്കാർ വന്നു. വാജി എവിടെയാണ്? ആ സാധുനോട് പറയണേക്കണോ? 8:30 കട തുറന്നു. 8 മണിക്കാണ് ആൾക്കാർ. ആ സാധുനോട് പറഞ്ഞേക്കണോ? എനിക്ക് ചെങ്ങായി അയാള് വണ്ടി വിറ്റൊരു കേസുണ്ട്. അല്ല അല്ലല്ല ഒക്കെ ശരിയാ. അല്ലത് ബഷീറാജിനോട് വെച്ചാ മതി. ഒറിജിനലാ. അന്ന് ഓർഫനേജ് കയറ്റാന്ന് വിചാരിച്ചതാ അപ്പവനെ. 18 വയസ്സ് തികഞ്ഞോണ്ട് ഓർഫനേജ് വേണ്ടാന്ന് പറഞ്ഞു. 2000 നമുക്ക് സക്കാത്താക്കാന്ന്. ഇല്ലോളം താമസിച്ചാലും തരടേ. വാങ്ങിയവർക്ക് ലാഭം. ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ല. 250 റുപ്യക്ക് വിറ്റ് ഓർമ്മ 500 സാധനം. അത് ആ ക്രോക്സ് ഇട്ടിട്ടാണ് ആദ്യമായിട്ട് കോളേജ് കട്ട് ചെയ്തത്. ആ കേസ് എന്താ അറിയോ? ആ കേസ് എന്താ അറിയോ? അത് രണ്ടാമത്തെ MSc എടുത്ത കഥ. പഞ്ചാബിലൊക്കെ പോയിരുന്നു.
പക്ഷെ പഞ്ചാബ് വരെ എത്തിയില്ല. എടാ അതൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് NHS പോയിട്ട് വേക്കൻസി ഇല്ല റിക്രൂട്ട്മെന്റ് അവൈലബിൾ NHS റിസപ്ഷൻ ആലോചിക്കണം. അവിടെ കയറി നമ്മളെ കുട്ടിയല്ല മാത്രല്ല അവിടെ ട്രിപ്പ് ഇട്ട ആളൊരു ചിരിച്ചിരുന്നേ. നീ കണ്ടിട്ടില്ല 2 മിനിറ്റ് വരെ ഈ തിണ്ടിന്റെ ഒപ്പം ഉണ്ടായിരുന്നേ. പിന്നെ മസ്റ്റ് ആയിട്ട് ബാഗ് തോളുവാണ്. ആ ബാഗ് ഉണ്ടായിരുന്നേ. ഒന്നുമില്ല മോളെ, ഞാൻ ഡോർ തുറന്ന് കാണാൻ കേറി ചോദിക്കാണെങ്കിൽ നമ്മളെ ലൈഫ് സെക്സ് ഞാൻ ഡോർ തുറന്ന് രണ്ട് ഡോറുണ്ട്. എക്സ്ക്യൂസ് മീ പകരം എക്സ്ക്ലൂസ് മീ എന്നാ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് അവൈലബിൾ. കൈ കിട്ടില്ല അതൊന്നൊക്കെ അറിയില്ല. സമാവാത്തി ആവും മിക്കവാറും. ഓരോരോ ഇതിനൊക്കെ എന്തിന് ജനിപ്പിച്ചെന്ന് പോലെ അങ്ങനല്ലേ? ആ ഡോങ്കി ഡൈ ഫാദർ ഡൈ മൂന്ന് ബിരിയാണി, ഒരു മന്തി, പൊറാട്ട, പിന്നെ ബീഫ്, ചിക്കൻ. മലപ്പുറം ഭാഗത്തൊക്കെ നല്ല ഉണ്ടല്ലോടാ ഏലക്ക ഏലക്ക. അല്ല എനിക്ക് ഈ സെറ്റപ്പ് ഇഷ്ടമാണ് കർണാടക ക്ലാസ്സില്. വേറെ അടിപൊളി ആരുടെ ചുണ്ട് കടിച്ചത്? എടാ ഇത് മറ്റേ സിനിമയുടെ പേരെന്താ? മറ്റേ അവിടെ പോയി അതെ അതെ മറ്റേ മഴത്തുള്ളി കിളിക്കം നോക്കട്ടെ. എടാ മിണ്ടായിരുടാ, എടാ മിണ്ടതിരി. എടാ എന്തടാ അവര് ജീവനം കൊണ്ട് അവർക്ക് നമ്മളെ ഒന്നാമത് ഇഷ്ടപ്പെട്ടില്ല. പണ്ടാറക്കാത്തിന് കൊണ്ടുവരുന്നു. ഓരോരുത്തരും ഞാൻ ആദ്യം ഇത് വാങ്ങി മലയാളത്തില്
₹1000 ഉണ്ട് മോനെ, എന്നാ പിടിച്ചേ. ക്രിസ്മസ് ഗിഫ്റ്റുമായും മേടിച്ച് ചാച്ചൻ വരുന്നേ. പച്ചവെള്ളം ചേച്ചി, പച്ചവെള്ളം. എന്താണത്? ഇന്നുള്ള ആൾക്കാർ പോലും ഇല്ലല്ലോ. എന്റെ ഉണ്ണി എവിടെ? അത് കിട്ടിയായിരുന്നോ? ചെയ്യല്ലേ ചെയ്ത് എന്താടാ ചെയ്യാൻ പോവേനു. Not the point, 0% alcohol. Zero, please. എന്നൊരു കുടിയനാക്കരുത്. എനിക്ക് തോന്നില്ല, ഇന്റെ തൊട്ട ഞാൻ എനിക്ക് തോന്നുന്നു പറക്കും. നീ അതിന്റെ പുറകെ പോയിട്ട് അവനെ വെട്ടിക്കളാം. അതായത് രമണ അതൊക്കെ നടുന്ന് ഇരിക്കണ ചങ്ങാതി. ഇയാളെ കൊണ്ട് കൂട്ടിയാക്കൂല, വല്ല പണിക്കും പോയിക്കോട്ടുള്ളൂ. ആ നീരല്ലേ? ഞാൻ ഞാൻ പ്രാവശ്യം പരിപാടി കഴിയും. നീ കളിക്കണ്ടേ? ബുദ്ധി ഉണ്ടെങ്കിൽ ഇതേ കളിക്കോളൂ. കാരണം ഇതുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടാതെ വിചാരിച്ചാറാ ആണല്ലേ, എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര ഈ പൊക്കിയില്ലേ ഞങ്ങൾ പറയാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ 7 വന്നിട്ട് 7 അല്ലാന്ന് പറഞ്ഞാല് 6 നിനക്കൊക്കെ എങ്ങനെ 6 എണ്ണം വന്നു? ഇവിടെ ആകെ 4 ഈ പെണ്ണിയാ 6 എണ്ണം എങ്ങനെ വന്നാ? 6 ഇവിടെ ഒരു കമ്പ്യൂട്ടർ 5 1 പ്രമാണം. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ വീഡിയോയിലൊക്കെ സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആവോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ തോട്ട് ഐ വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ്. അത് സംഭവം മറന്നുപോയി. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. വീട്ടിൽ വന്ന് ഉറങ്ങി. ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ ഞാൻ ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെ കണ്ണുറന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, വൈൻഡപ്പ് ചെയ്തില്ല. ഇനിയിപ്പോൾ നാളത്തെയും കൂടെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയാൽ 1 മണിക്കൂറോളം ഉണ്ടാവും വ്ളോഗ്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇടങ്ങേറാവും. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന്. സോ യാ, ദിസ് വീഡിയോ ഐ ഡോണ്ട് നോ വെൻ ഐ വിൽ അപ്ലോഡ്, ബട്ട് സ്റ്റിൽ I'm sure I'll upload this next year, 2026. But I'll try to upload it on 2025 itself, which is I'm not sure. Yeah, അപ്പം 2025 ലാസ്റ്റ് വ്ളോഗാണിത്. ആൻഡ് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ 4 years മുന്നേ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് അത് ഞാൻ നിർത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം തിരിഞ്ഞ് നോക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല.
that I would have doing this in the end of the year. വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്, ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, പിന്നെ ഒരു ബന്ധവുമില്ലാത്ത കുറേ ആൾക്കാർ, താങ്ക് യു സോ മച്ച്. അപ്പം എനിക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി ഈ ഇയറിൽ, കുറേ തന്നെ ബാക്ക് ഡ്രോപ്സ് ഉണ്ടായി. കുറേ കരഞ്ഞു, കുറേ ചിരിച്ചു, കുറേ ആൾക്കാരെ കണ്ടുമുട്ടി, കുറേ ആൾക്കാർ പോയി. എവറിത്തിങ് എല്ലാവർക്കും സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഐ എം ഇൻഡിപെൻഡൻറ്റ്. ഐ എം ഹാപ്പി ദാറ്റ് ഐ എം passionate. I am happy that I'm a graduate and I am happy that I'm abroad. So yeah, കുറേ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. എനിക്ക് സംഭവിച്ച കുറേ തെറ്റുകൾ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെ പരമാവധി ഹെൽപ്പ് ചെയ്തു. കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് എന്നെ തന്നെ ഞാൻ സന്തോഷിപ്പിച്ചു, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവർക്കും ഒരു മൃദുല എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു മെമ്മറി കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് മീ winding up the year 2025 with a warm heart. And also thank you all for being with me, and thank you all for supporting me on my next year, which you will always do, എനിക്കറിയാം. അപ്പം ഇനി അധികം നീട്ടുന്നില്ല, because I've not edited this vlog yet and I'm damn sure this vlog will be too long. Okay, and one more thing, ഞാൻ ഈ വ്ളോഗ് എടുക്കും എന്ന് പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. I wasn't sure when my next vlog will be because I was that mentally broke. അപ്പോൾ ദൈവമായിട്ട് ഇന്നലെ എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ട് ലൈഫിൽ എന്ന് പിന്നെയും ഓർമ്മപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ, വിച്ച് വാസ് മൈ ക്രിസ്മസ് ഈവ്, വിച്ച് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ. ആ ഒരു ദിവസം അത് സംഭവിച്ചതിലും ഐ വാസ് സോ ഹാപ്പി, ബിക്കോസ് ഞാനൊരു മന്ത് ആയിട്ട് ഐ വാസ് മെൻ്റലി ലോ. സോ അധികം ആരോടും സംസാരിച്ചിട്ടില്ലായിരുന്നു, അധികമൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഹവ് ബീൻ consistent. I've been trying to be consistent so that I can cope up with something I was fighting for. അപ്പോൾ അങ്ങനെ. ആൻഡ് ക്രിസ്മസ് ഈവിന് എന്നത്തെയും പോലെ പള്ളിയിൽ പോകണമെന്ന് ഓർത്തു, പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനെ കാണാം, അവർ കുറേ നേരം വന്ന് വിളിച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനെ കാണാമെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് പോയി, അവരവിടെ ഇല്ലായിരുന്നു, അവരെല്ലാവരും ഹോൾ ഗ്യാങ് വാസ് ഔട്ട്. ഞാൻ ഓക്കെ അവരില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ പോയപ്പം ദി കറക്റ്റ് എക്സാക്ട് ടൈമിംഗ് വാസ് ദെയർ. കോയിൻസിഡൻ്റ്ലി അവർ ആ സമയത്ത് പുറത്തിറങ്ങി, അവരവിടെ വീടെത്തി. ആൻഡ് ദേ പിക്ക് മീ അപ്പ്, ദേ ഗ്രാബ് മീ ടു സം റെസ്റ്റോറൻറ്റ് ഫാർ അവേ. ഞങ്ങളവിടെ പോയി. ആ പോണ ജേർണി തന്നെ ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആൻഡ് ഐ വാസ് ലൈക്ക് ദി ഓൾഡ് മീ. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു, പഴയ ആളെ ഞാൻ കണ്ടു, പഴയ മൃദുലേനെ ഞാൻ കണ്ടു എന്നൊക്കെ. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഐ ചേഞ്ച്ഡ് എ ലോട്ട്. And that's when I realized I shouldn't be like this. ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ളൊരു നമ്മുടെ സ്പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് നമ്മളായിട്ട് തന്നെ അത് കളയുമ്പോൾ കുറച്ച് നാളൊക്കെ ദൈവം ഓക്കെ പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇല്ല നീ അതിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഒരു റൈറ്റ് പാത്ത് കണ്ടെത്തി തരും എന്ന് എനിക്ക് വിശ്വാസം വന്നത്. പിന്നെയും യുനോ ദർ ഈസ് സംതിങ് കോൾഡ് ബിയോണ്ട് എനർജി എന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെയാണ്, വിച്ച് ഐ ചെറിഷ് ഫോർ എവർ. ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഐ ഷുഡൻറ്റ് ബി ദ വേ ഐ വാസ് ഫോർ ദ പാസ്റ്റ് മന്ത്. സോ അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചത്, എടുത്തത്, അത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കുന്നത്, ടു എൻഡ് ഇറ്റ് ഇൻ എ ഗുഡ് വേ, and this year in a good way. അപ്പോൾ ഈ വ്ളോഗ് എടുത്ത് ഈ 2 ദിവസത്തിൽ തന്നെ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് 2 ഷൂട്ട് ചെയ്തു, 2 കൊളാബ്സിന് വേണ്ടിയിട്ട്. ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ട്, ഒന്ന് ഇപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത്, ഇപ്പം സമയം 5:30 ആവുന്നു, അല്ല 6:30 ആവുന്നു. ഇപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് I've given them and they're gonna post it now. അപ്പം
ഈ ഒരു മാസം കൊണ്ട് ഞാൻ ചെയ്യാത്തത് ഈ 2 ദിവസം കൊണ്ട് ഞാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ ദിസ് ഇസ് മീ ആൻഡ് ദിസ് ഷുഡ് ബി മീ. ഐ ആം നോട്ട് ദാറ്റ് ഡൾ ഗേൾ എന്ന് പിന്നെയും ഗോഡ് എന്നെ റിമൈൻഡ് ചെയ്തതുപോലെ. സോ ഐ വിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ് ഫോർ ദി കമ്മിങ് ഇയർ. ഐ തിങ്ക് സോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പാർക്ക് പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ trust the process. Either you will find a way to make it clear, otherwise the positive energy we believe will find the way to you. So believe in yourself, believe in what you can. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ചുരുത്തുന്നു എന്നൊക്കെ. ഇത്രയും നന്നായിട്ട് പോയപ്പോഴേ ഞാൻ വിചാരിക്കണമായിരുന്നു എന്തെങ്കിലും ഒരു മൊണ്ടി ഉണ്ടാവും. ഓക്കെ. സോ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബൈ ദ വേ, ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു. ഐ കട്ട് മൈ ഹെയർ ഷോർട്ട്, വിച്ച് വാസ് പാർട്ട് ഓഫ് ദാറ്റ് തിങ്സ് ആൻഡ് സ്റ്റഫ്. മുടിയല്ലേ, അത് വളരും. ഓക്കെ. സോ ദിസ് ഇസ് മീ, മൃദുല, സൈനിങ് ഓഫ് ഫ്രം മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. Till then, it's me signing off. Bye and Merry Christmas, Happy New Year. മറ്റേ ഗ്രേപ്പ് കഴിക്കുന്ന സംഭവം എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ വന്നത്. അപ്പം ഞാൻ ചെയ്യുന്നില്ല. മുന്തിരിയല്ലേ, പിന്നെ എന്തിനാലും ഏത്. അപ്പം ഓക്കെ, ദിസ് ഇയർ is gonna be good for me and for you all.